ഗ്രാൻഡ് ഫിനാലെ വേദിയിലെ വിജയികളെ പ്രഖ്യാപിക്കാനുള്ള സമയമാണ്. നമുക്കറിയണ്ടേ 15 കണ്ടസ്റ്റൻസിൽ ആരാണ് കൈലി TV പട്ടുറുമാലിന്റെ ടൈറ്റിൽ വിന്നർ? അതറിയാനുള്ള സമയമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഞങ്ങൾ ഇതേവരെ എനിക്ക് തോന്നുന്നത് ഇന്ന് പകല് മുഴുവനും ഈ ഒരു ടൈമിന് വേണ്ടി കാത്തിരുന്ന ഒത്തിരി പ്രേക്ഷകർ ഞങ്ങളുടെ ചുറ്റിലുമുണ്ട്. സോഷ്യൽ മീഡിയയിലുടനീളമുള്ള പ്രേക്ഷകർ ഇപ്പോഴും നമുക്ക് വേണ്ടിയിട്ട് പല കാര്യങ്ങളും ചോദിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്നു. മത്സരം എവിടെ വരെയായി എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ 15 കണ്ടസ്റ്റൻസിൽ ആരായിരിക്കും ഇന്ന് പട്ടുറുമാലിന്റെ ഗ്രാൻഡ് ഫിനാലയുടെ ടൈറ്റിൽ വിന്നർ? അറിയണ്ടേ നമുക്ക്? കോഴിക്കോടുകാരായിരിക്കോ? മലപ്പുറത്തുകാരാണോ? ഇനി അത് കാസർഗോഡേക്ക് പോവോ? തൃശ്ശൂരിലേക്ക് എങ്ങാനും പോവോ? നമുക്ക് നോക്കാം ആരാണ് ആ വിജയിയാവാൻ പോവുക എന്നുള്ളത്. ആൻഡ് ബിഫോർ ദാറ്റ് വളരെ സ്പെഷ്യലായി കൈലി TVയുടെ ഏറ്റവും പ്രിയപ്പെട്ട ടീം മെമ്പേഴ്സിനെ ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. വളരെ സ്നേഹപൂർവ്വം ബഹുമാനായിട്ടുള്ള ശ്രീ TR അജയൻ സർ, ഡയറക്ടർ കൈലി TV, അദ്ദേഹത്തിൻ്റെ മഹനീയമായ സാന്നിധ്യം ഞാൻ വേദിയിൽ പ്രതീക്ഷിക്കുന്നു. ഐ ഓൾസോ ഇൻവൈറ്റ് ശ്രീ B സുനിൽ, ജനറൽ മാനേജർ ഓഫ് കൈലി TV. രണ്ടുപേരെയും ഞാൻ ഈ വേദിയിലേക്ക് ബഹുമാനപുരസ്സരം ക്ഷണിക്കുകയാണ്, സ്വാഗതം ചെയ്യുകയാണ്. സമ്മാനങ്ങളുടെ വിജയികൾ ആരെല്ലാമാണ് എന്നറിയാനുള്ള സമയമാണ്. കൈലി TVയുടെ പട്ടുറുമാലിൻ്റെ ഗ്രാൻഡ് ഫിനാലയുടെ അവതാരകയായി ഇതിനു മുമ്പ് പലതവണ ഞാൻ പ്രേക്ഷകരുടെ മുമ്പിൽ എത്തിയിട്ടുണ്ടെങ്കിൽ പോലും ഒരു വർഷക്കാലം നീണ്ടു നിൽക്കുന്ന എലിമിനേഷൻ ഇല്ലാത്ത ചരിത്രത്തിൽ ആദ്യമായി കൈലി TV പട്ടുറുമാലിൻ്റെ ഒരു സീസൺ തന്നെയായിരുന്നു പട്ടുറുമാൽ 12th സീസൺ. 15 മത്സരാർത്ഥികൾ നമുക്കൊപ്പം ചേർന്നു എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അവരുടെ ഗ്രാൻഡ് ഫിനാലയിടയിൽ അവരെ ഏറ്റവും കൂടുതൽ ഈ ഒരു കോൺഫിഡൻസ് നൽകിയ ഞങ്ങളുടെ 3 പാനൽ ഓഫ് ജഡ്ജസിനെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. സ്വാഗതം ചെയ്യുന്നു നമ്മുടെ സ്വന്തം ശ്രീ അൻവർ സാദത്ത്, ഷബ്നം റിയാസ് ആൻഡ് സജ്ല സലീം. ചെറിയ കാര്യമല്ല, വളരെ വളരെ സന്തോഷത്തോടു കൂടി തന്നെ ഞാൻ ജഡ്ജിങ് പാനലിലുള്ള 3 ജഡ്ജസിനെയും കൈലി TV പട്ടുറുമാലിൻ്റെയും പ്രേക്ഷകരുടെയും പ്രിയങ്കരായ താരങ്ങളെയും വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ഇനി ഞങ്ങളുടെ എല്ലാ കുട്ടികളെയും 15 കണ്ടസ്റ്റൻസും കേരളത്തിൻ്റെ വിവിധ ജില്ലകളിൽ നിന്നും പട്ടുറുമാലിൻ്റെ 12th സീസണിൻ്റെ അരങ്ങിൽ ഗംഭീരമായ പെർഫോമൻസുകൾ കാഴ്ചവെച്ച് വൈവിധ്യമേറിയ റൗണ്ടുകളിലൂടെ 400-ലധികം മത്സരപ്പാട്ടുകളുമായി 250 എപ്പിസോഡുകൾ പിന്നിട്ട പട്ടുറുമാൽ 12th സീസണിൻ്റെ 15 നക്ഷത്രങ്ങളെയും ഒരു വലിയ കയ്യടികളുമായി പട്ടുറുമാലിൻ്റെ ഈ വേദിയിലേക്ക് ഞാൻ ക്ഷണിക്കുകയാണ്, സ്വാഗതം ചെയ്യുകയാണ്. ഞങ്ങളുടെ 15 പട്ടുറുമാലിൻ്റെ വർണ്ണങ്ങൾ, അവർ 15 പേരും വേദിയിലേക്ക് വരുന്നു. നമുക്ക് അവരെ വളരെ പെട്ടെന്ന് തന്നെ വേദിയിലേക്ക് ക്ഷണിക്കാം. എല്ലാവരും വേദിയിലേക്ക് എത്തുക. 15 കണ്ടസ്റ്റൻസും അവർക്ക് നൽകിയിരിക്കുന്ന ആ ഒരു അവസരം വളരെ ഭംഗിയായി വിനിയോഗിച്ച് ഇന്ന് ഈ ഫൈനൽ കോമ്പറ്റീഷനിൽ ഗ്രാൻഡ് ഫിനാലയിൽ 4 സമ്മാനങ്ങൾ നേടാൻ പോകുന്ന കണ്ടസ്റ്റൻസ് ആരെല്ലാമാണ് എന്നറിയാനുള്ള സമയമായിക്കൊണ്ടിരിക്കുന്നു. മുഹമ്മദ് ഷഹീറിൽ നിന്നും ആരംഭിച്ച ഒരു കോമ്പറ്റീഷൻ നമ്മൾ എറണാകുളത്തുകാരിയായ അനൻ്റെ പാട്ടിലൂടെയാണ് ഈ മത്സരങ്ങളെല്ലാം വൈൻഡപ്പ് ചെയ്ത് നിൽക്കുന്നത് അല്ലേ? ഗ്രാൻഡ് ഫിനാലയിലെ മത്സരങ്ങൾ അവസാനിച്ച് നിൽക്കുന്നത് ആ ഘട്ടത്തിലാണ്. അപ്പോൾ 15 പേരും എത്തി അല്ലേ? 15 ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട മുത്തുകൾ എത്തിക്കഴിഞ്ഞു. നമുക്കിനി ഏറ്റവും സ്നേഹത്തോടെ ഞങ്ങളുടെ ഈ ജഡ്ജിങ് പാനലിൽ അവർ കണ്ടെത്തിയ വിധി നിർണയം, ആരാണ് പട്ടുറുമാലിൻ്റെ 12th സീസണിൻ്റെ ടൈറ്റിൽ വിന്നേഴ്സ്, വിജയികൾ ആരെല്ലാമാണ്, ആ പ്രഖ്യാപനത്തിന് മുൻപായി ഇങ്ങനൊരു റിയാലിറ്റി ഷോയ്ക്ക് ജീവൻ വേണമെങ്കിൽ തീർച്ചയായിട്ടും അതിനൊരു യെസ് എന്ന് പറയാൻ ഞങ്ങൾക്കൊരു സ്പോൺസർ വേണം അല്ലേ? തുടക്കം മുതൽ ഈ നിമിഷം വരെ ഫോർവിഷ് മാട്രസ് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന സപ്പോർട്ട് എടുത്തു പറയേണ്ടതാണ്. അവർ നൽകുന്ന ക്യാഷ് പ്രൈസുകളാണ് പട്ടുറുമാലിൻ്റെ 12th സീസണിലെ വിജയികളെ കാത്തിരിക്കുന്നത്. സന്തോഷപൂർവ്വം ഞാൻ അവരെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. സമാധാനത്തോടെ ഉറക്കമുണർന്ന് നമ്മളുടെ ജീവിതത്തിലേക്ക്, തിരക്കുകളിലേക്ക് നമ്മൾ മുന്നോട്ട് പോകണമെങ്കിൽ തീർച്ചയായിട്ടും സമാധാനമായിട്ടൊരു ഉറക്കം അതിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നന്നായി ഉണരൂ, ഫോർവിഷ് മാട്രസ് ഫോർ ഹെൽത്തി സ്ലീപ്പ്. ഏറെ സന്തോഷത്തോടെ ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുന്നു ഞങ്ങളുടെ ഡയറക്ടർ ശ്രീ അബ്ദുൽ സമീൽ സാറിനെ ഞാൻ ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. അബ്ദുൽ സമീൽ സാറിൻ്റെ മഹനീയമായ സാന്നിധ്യം വേദിയിൽ പ്രതീക്ഷിക്കുന്നു. ലെറ്റ് മീ ഇൻവൈറ്റ് ശ്രീ CP ഉസ്മാൻ, ഡയറക്ടേഴ്സ് ആയിട്ടുള്ള ഫോർവിഷ് മാട്രസിൻ്റെ സാരഥികൾ ദയവായി വേദിയിലേക്ക് എത്തിച്ചേരുക. വളരെ വളരെ സന്തോഷത്തോടെ കൈലി TV ഒരുക്കിയ 12th സീസൺ പട്ടുറുമാലിൻ്റെ ഈ വിജയവേദിയിൽ, ഗ്രാൻഡ് ഫിനാലെ വേദിയിൽ ഫോർവിഷ് മാട്രസിൻ്റെ ഡയറക്ടേഴ്സായ ശ്രീ അബ്ദുൽ സമീൽ സാറിനെയും CP ഉസ്മാൻ സാറിനെയും ഞാൻ ഈ വേദിയിലേക്ക് പ്രത്യേകമായി ക്ഷണിക്കുകയാണ്, സ്വാഗതം ചെയ്യുകയാണ്. മത്സര വിജയികൾക്കായുള്ള ക്യാഷ് പ്രൈസുകൾ നൽകുന്നത് അവരായിരിക്കും. അങ്ങനെ നമ്മളൊക്കെ കാത്തിരുന്നത് പോലെ തന്നെ ഈ ജഡ്ജിങ് പാനലിലേക്ക്
ഞങ്ങളുടെ 15 പേരുടെയും പാട്ടുകൾ കേട്ട് ഇത്രത്തോളം പ്രേക്ഷകർ നേരിട്ട് അറിഞ്ഞതാണ്, മനസ്സിലാക്കിയതാണ് ഇവരെങ്ങനെയാണ് ഇവിടെ പെർഫോം ചെയ്തത് എന്നത്. എന്നിരുന്നാലും ഞാൻ 3 ജഡ്ജസിൽ നിന്നും അൻവർക്കയോട് ഞാനൊന്ന് റിക്വസ്റ്റ് ചെയ്യണം. അൻവർക്ക, പൊതുവിൽ ഈ 15 മത്സരാർത്ഥികളുടെയും ഇന്നത്തെ ഗ്രാൻഡ് ഫിനാലെ പെർഫോമൻസിനെ കുറിച്ചും പട്ടുറുമാലിൻ്റെ 12ാം സീസണിലെ ഇതുവരെയുള്ള യാത്രയെക്കുറിച്ചും എന്താണ് ഒരു ജഡ്ജിങ് പാനൽ എന്നുള്ള രീതിയിൽ, പാട്ടുകളെയും സംഗീതത്തെയും സ്നേഹിക്കുന്ന ഒരാളെന്നുള്ള രീതിയിൽ അൻവർക്കയ്ക്ക് പറയാനുള്ളത്? കഴിഞ്ഞ 1 വർഷത്തിലധികമായി ഈ കുട്ടികളെ കൂടെ ഇങ്ങനെ നടക്കും. മാസത്തിൽ ഒരു പ്രാവശ്യം, പ്രാവശ്യം അല്ലേ, 2 ദിവസം ഇവരെ കൂടെ രാവിലെ തുടങ്ങുന്ന ഷൂട്ട് പല ദിവസങ്ങളിലും ഒരു 12:30 വരെയൊക്കെ പോയ ദിവസങ്ങളുണ്ട്. അപ്പോൾ ആ സമയത്തും വളരെ മനോഹരമായി പാടുന്ന കുട്ടികളായിരുന്നു. അപ്പോൾ ആ കുട്ടികൾക്ക് ഓരോ കുട്ടികളും ഓരോ സർവകലാശാലകളാണ്. അത്രയ്ക്കും വളരെ ടാലൻറ്റഡ് ആയിട്ടുള്ള, വളരെ മനോഹരമായിട്ട് പാടുന്ന കുട്ടികളാണ്. ആർക്കും മേലെയുമല്ല, ആർക്കും കീഴെയുമല്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പരമാർത്ഥം. അത് വളരെ മനോഹരമായിട്ട് തന്നെ ഈ കഴിഞ്ഞ 1 വർഷവും നമ്മൾ 250 എപ്പിസോഡിന് മേലെ നമ്മൾ ഈ പ്രാവശ്യത്തെ 12ാമത്തെ സീസൺ പട്ടുമാൽ പോയി. അതിന് വലിയൊരു സന്തോഷമുള്ളൊരു കാര്യമാണ്. അതൊക്കെ നമ്മൾ പല അവസരങ്ങളും വളരെ മനോഹരമായിട്ട് നമ്മൾ ആഘോഷിച്ചു. അതിൻ്റെ പരിസമാപ്തിയിലൂടെ എത്തി നിൽക്കുമ്പോൾ വലിയ സന്തോഷമുണ്ട്. പൊതുവെ വലിയ എന്താ പറയുക, എല്ലാവരും കിഡിൽ സിംഗേഴ്സാണ്. ഇനിയുള്ള വർഷങ്ങളിൽ ഇവരുടെ പെർഫോമൻസ് നമ്മുടെ കേരളക്കര ഗൾഫിലുമൊക്കെ ഇവരെ പ്രോഗ്രാംസ് കാണാനിരിക്കുന്നതേ ഉള്ളൂ. അതിന് കാണും. ഷഹീർ ഒക്കെ എല്ലാവരും, അനൻ എല്ലാവരും, നമ്മളെ അമ്മാനിക്കുട്ടി, അസ്ന എല്ലാവരും, ഇവിടെയുള്ള പ്രിയപ്പെട്ട എല്ലാ ഫാഹിസും അയ്യപ്പനും ഒക്കെ എല്ലാം ഓരോരോ എന്താ പറയുക സർവകലാശാലകളാണ്. മിടുക്കന്മാരായിട്ടുള്ള പാട്ടുകാരാണ്. ഇവരെ ഗ്രൂം ചെയ്യാനായിട്ട് 2-3 മിടുക്കന്മാരായിട്ടുള്ള സിംഗേഴ്സ് കൂടെ ഉണ്ടായിരുന്നു. അവരെയൊക്കെ കുറിച്ച് പ്രത്യേകിച്ച് എല്ലാ കാര്യങ്ങളും പറയാൻ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ ഇന്നത്തെ പ്രോഗ്രാം കുറച്ച് കൂടുതൽ നേരം പോകേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് അതൊന്നും പറയുന്നില്ല. എല്ലാവരും വളരെ മനോഹരമായിട്ട് തന്നെ പാടി. ഇതിൽ 1, 2, 3 എന്ന് എന്താ പറയുക മാർക്കിടുക എന്ന് പറയുന്നത് നിവൃത്തികേട് കൊണ്ട് മാത്രമാണ്. അത് സത്യത്തിൽ ഞങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യമല്ല. പക്ഷേ ഇങ്ങനൊരു മത്സരമായി പോയതുകൊണ്ട് മാത്രം അങ്ങനെ ഒരു നിലയിൽ കുട്ടികൾ അവതരിപ്പിക്കുന്നു. അതിൻ്റെ ഒരു പരിസമാപ്തി വളരെ മനോഹരമായിട്ട് കലയുടെ എന്താ പറയുക കലാകാരൻ എന്നുള്ള നിലയിൽ ഏറ്റവും കൂടുതൽ പ്രോഗ്രാം ചെയ്യാൻ ആഗ്രഹിക്കുന്ന കോഴിക്കോട് പോലുള്ളൊരു സ്ഥലത്ത് തന്നെ ഇങ്ങനെ ഒരു പ്രോഗ്രാം നടന്നതിൽ വലിയ സന്തോഷമുണ്ട്. വലിയ സന്തോഷം നിൽക്കുന്ന പരിഹാരത്തെ കാണാം. താങ്ക് യു സോ മച്ച് അൻവർക്ക. പിന്നെ നമ്മൾ നേരെ ആരാണ് ഇതിൻ്റെ വിജയികളായി തീർന്നിരിക്കുന്നത്, ടൈറ്റിൽ വിന്നേഴ്സ് ആരാണ്? അല്ല, വേറൊരു കാര്യം പറയാം. വിശിഷ്ട വ്യക്തികളൊക്കെ ഒരുപാട് പേരുണ്ട്. ഇളവരം കരീം സാറ്, വസീഫ്, വളരെ മനസ്സുകൊണ്ട് എന്താ പറയുക ആരാധിക്കുന്ന ഒരുപാട് മഹത് വ്യക്തിത്വങ്ങളിവിടെ ഉണ്ട്. എന്നാലും പെട്ടെന്ന് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുന്ന ചില ആളുകളുണ്ട്. അത് പെട്ടെന്ന് എൻ്റെ മനസ്സിൽ ഓർമ്മ വന്ന് പെട്ടെന്ന് 2 പേര് പറഞ്ഞതേ ഉള്ളൂ. നിങ്ങളുടെ ഇതൊക്കെ ഞങ്ങളെല്ലാം കാണാറുണ്ട്. അപ്പം ഇതുപോലുള്ള വിശിഷ്ട വ്യക്തികൾ ഇരിക്കുന്ന ഒരു വേദിയിൽ ഞങ്ങളെപ്പോലുള്ള ആളുകൾക്ക് ഈ വേദിയിൽ വന്ന് നിൽക്കാൻ കഴിയുന്നത് തന്നെ വലിയൊരു ഭാഗ്യമാണ്. അത് ആ ഒരു സന്തോഷം എല്ലാവരും അറിയിക്കുന്നു. താങ്ക് യു സോ മച്ച് അൻവർക്ക. അപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ നമുക്ക് 4 വിന്നേഴ്സ് ഉണ്ട്. അതിൽ 4ാമത്തെ സമ്മാനത്തിന് കുറച്ച് പ്രത്യേകതകളുണ്ട്, അതിനെക്കുറിച്ച് പറയേണ്ടിയിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ എങ്ങനെ തുടങ്ങണമെന്ന് ആലോചിക്കുമായിരുന്നു. എന്തായാലും നമുക്കിവിടെ ട്രോഫികളെല്ലാം അവർക്കെല്ലാം ഈ പുരസ്കാരങ്ങളെല്ലാം നൽകുന്നത് ബഹുമാനപ്പെട്ട TR അജയൻ സാർ ആയിരിക്കും. ഡയറക്ടർ കൈലി TV. സർട്ടിഫിക്കറ്റ് നൽകുന്നത് പ്രിയങ്കരനായ ഞങ്ങളുടെ B സുനിൽ സർ, ജനറൽ മാനേജർ മാർക്കറ്റിംഗ് കൈലി TV. അവർക്കുള്ള ക്യാഷ് അവാർഡുകൾ നൽകുന്നത് 12th സീസൺ ആരംഭിച്ച കാലം മുതലേ ഞാൻ ഓരോ എപ്പിസോഡുകളിലും പറയുന്നതാണ്, ഏറ്റവും പ്രിയപ്പെട്ട ഫോർവിഷ് മാട്രസ് നൽകുന്ന ക്യാഷ് പ്രൈസുകളാണ് ഞങ്ങളുടെ മത്സര വിജയികളെ കാത്തിരിക്കുന്നത് എന്നുള്ളത്. അങ്ങനെ ഫൈനലി ആ ഒരു ഡേയിൽ എത്തി നിൽക്കുവാണ്. അപ്പം അതുകൊണ്ട് എല്ലാവരുടെയും അനുവാദത്തോടെ, എല്ലാവരുടെയും ബ്ലെസ്സിങ്സോടെ ഞാൻ ആദ്യം അനൗൺസ് ചെയ്യുന്നത് ഞങ്ങളുടെ 4th പൊസിഷനിൽ ആരാണ് എത്തി നിൽക്കുന്നത് എന്നുള്ളതാണ്. അപ്പം 4ാമത്തെ ആ ഒരു സ്ഥാനം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബെസ്റ്റ് കൺസിസ്റ്റൻറ്റ് സിംഗർ എന്നാണ് നമ്മൾ ആ ഒരു ടൈറ്റിലിന് പേരിട്ടിരിക്കുന്നത്. ആ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ തുടക്കം മുതൽ 1 വർഷക്കാലമായി തുടർന്നുകൊണ്ടിരിക്കുന്ന ഈ ഗ്രാൻഡ് ഫിനാലയുടെ യാത്രയിൽ ആദ്യ ഗാനം മുതൽ 34 പാട്ടുകളാണ് ഒരു കണ്ടസ്റ്റൻറ്റിന് പാടാനുണ്ടായിരുന്നത്. 250 എപ്പിസോഡുകൾ എന്ന് പറയുമ്പോൾ ഒരു കണ്ടസ്റ്റൻറ്റ് 34 സോങ്സാണ് ഉണ്ടായിരുന്നത്. ഈ 34 പാട്ടുകളിലും ഇന്ന് ഇവിടെയും ഒരു കൺസിസ്റ്റൻസി ആ പെർഫോമൻസിൽ കാഴ്ചവെച്ച ഒരേ ഒരു ഗായികയ്ക്കാണ് ഈ അവാർഡ്, ഈ ഒരു പുരസ്കാരം. അത് ആരാണ് ഈ 15 പേരിൽ നേടിയിരിക്കുന്നത് എന്നറിയാനുള്ള സമയമാണ്. അപ്പം ഞാനിത് അനൗൺസ് ചെയ്യട്ടെ. അപ്പം ആ ഒരു ടാസ്ക് എന്നെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. വളരെ സന്തോഷവും അഭിമാനത്തോടു കൂടി തന്നെ ഞാൻ ആ പേര് ഇവിടെ വെച്ച് അനൗൺസ് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. എന്തായാലും ഈ 4th പൊസിഷൻ എന്ന് പറയുന്നതിനേക്കാളും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കൺസിസ്റ്റൻസ് ആയിട്ട് അത്രയും ഭംഗിയായിട്ട് തുടക്കം മുതൽ ഈ ദിവസം വരെയുള്ള മത്സരത്തിലെ പാട്ടുകളുടെ തിരഞ്ഞെടുപ്പും പെർഫോമൻസും ഒക്കെയാണ് അതിന് അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളത്. അപ്പം ഞാൻ ആ പേര് അനൗൺസ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഗസ്സസ് ഉണ്ടോ? ഹലോ,
പല പേരുകളും അവിടെ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നു, പലരുടെയും പേരുകൾ വന്നുകൊണ്ടിരിക്കുന്നു. ഞാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു നാടും നാട്ടുകാരും ഒക്കെയാണ്. എല്ലാവരെയും പോലെ തന്നെ നമ്മളെല്ലാ കലാകാരന്മാരും ഇഷ്ടപ്പെടുന്ന ഒരു നാടും നാട്ടുകാരുമാണ്. ആ ഗായിക ഒരു മണ്ണാർക്കാടുകാരിയാണ്. ലെറ്റ്സ് വെൽക്കം, കൺഗ്രാറ്റുലേഷൻസ് ആയിഷ ഫിൽമ. കൺഗ്രാറ്റുലേഷൻസ് ഫിലു. ഫിലു, കൺഗ്രാറ്റുലേഷൻസ് ഫിലു. വളരെ സന്തോഷം. നമ്മൾ 4th പൊസിഷനിൽ എത്തി നിൽക്കുവാണ്. അപ്പൊ ഫിലുവിനെ ഇഷ്ടപ്പെടുന്ന സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് നന്ദി പറഞ്ഞുകൊണ്ട് ഫിലുവിന് നമ്മുടെ സ്നേഹം എങ്ങനെ അറിയിക്കാം? എല്ലാവരും പട്ടുറുമാൽ ഗ്രാൻഡ് ഫിനാലയിലെ 12ാം സീസണിൽ 4ാം സ്ഥാനമായി നമ്മുടെ മുൻപിലേക്ക് ഞങ്ങളുടെ സ്വന്തം ഫിലു ബെസ്റ്റ് കൺസിസ്റ്റന്റ് സിംഗർ എന്ന പുരസ്കാരം ഏറ്റുവാങ്ങാനായി എത്തുകയാണ്. ഫിലുവിന് സർട്ടിഫിക്കറ്റ് നൽകുന്നതിനായി ഏറ്റവും പ്രിയങ്കരനായ ബി സുനിൽ സാറിനോട് അഭ്യർത്ഥിക്കുന്നു. ഈ പുരസ്കാരം നൽകുന്നതിന് വേണ്ടി TR അജയൻ സാറിനോട് റിക്വസ്റ്റ് ചെയ്യുകയാണ്. മഞ്ചുള്ള മാപ്പിള പാട്ടിന്റെ ഈണങ്ങൾ നെയ്തൊരു പട്ടുറുമാ തങ്കക്കിനാവുകളാൽ കാലത്തിൽ പാടുകയാണ് മണിമഞ്ചത്തിൽ മൈക്കട്ടി. അടുത്ത ടാസ്കിലേക്ക് വരുന്നു. ഞാൻ അത് ഒരാളെ ഏൽപ്പിക്കുകയാണ്. എന്തായാലും അത് അനൗൺസ് ചെയ്യാനായിട്ട് ഞാൻ ഒരാളെ ഏൽപ്പിക്കുകയാണ്. സെക്കൻഡ് റണ്ണർ അപ്പ് ആരാണ് എന്നറിയാനുള്ള സമയമാണ്. 3rd പ്രൈസ് വിന്നർ അല്ലേ, 3ാം സ്ഥാനം അലങ്കരിച്ചിരിക്കുന്നത് ആരാണ് എന്നറിയാം. ഞാനിത് നേരെ സജ്ജലയുടെ കയ്യിലേക്ക് നൽകുവാണ്. സജ്ജലയാണ് ഇത് അനൗൺസ് ചെയ്യാൻ പോകുന്നത്. അതിന് മുമ്പായിട്ട് സജ്ജന 2 വാക്ക്. സത്യം പറഞ്ഞാൽ ഇവരൊക്കെ കാണുമ്പോൾ ഞാൻ ഗ്രാൻഡ് അതെ, ഫിനാലെ അത് ഓർക്കാണ്. ഭയങ്കര പേടിയാണ് എന്താവുന്നുള്ള ആ ടെൻഷൻ എല്ലാവർക്കും ഉണ്ടെന്ന് എനിക്കറിയാം. ടെൻഷനൊന്നും ആവണ്ട, എല്ലാവരും കിടിലൻ സിംഗേഴ്സാണ്. അത് മാത്രമല്ല നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടിയൊരു ഭാഗ്യം എന്താണെന്നറിയോ? എന്താ, ഇതുവരെ എലിമിനേഷൻ ഉണ്ടായിട്ടില്ല. ആദ്യമായിട്ടാണ് പട്ടുറുമാലിൽ എല്ലാവർക്കും ഫിനാലയിൽ പങ്കെടുക്കാൻ പറ്റുന്നത്. അത് വലിയൊരു കാര്യമല്ലേ അല്ലേ? അപ്പോൾ എല്ലാവരും കിടിലൻ സിംഗേഴ്സ് ആയതുകൊണ്ട് തന്നെയാണ് എലിമിനേഷൻ പോലും നമുക്ക് വെക്കാൻ പറ്റിയിട്ടില്ല. പട്ടുറുമാൽ ഗ്രാൻഡ് ഫിനാലെ 12th സീസണിലെ സെക്കൻഡ് റണ്ണർ അപ്പ് ആരാണ് എന്നുള്ളത് ഞങ്ങളുടെ ജഡ്ജിംഗ് പാനലിലെ പ്രിയ ഗായിക സജ്ല സലീം അനൗൺസ് ചെയ്യുകയാണ്. സോ സെക്കൻഡ് റണ്ണർ അപ്പ് ഗോസ് ടു നിത ഇഷ്ന. കൺഗ്രാറ്റുലേഷൻസ് നിത ഇഷ്ന. മൈലാഞ്ചി കൈവിരലാ മഞ്ചുള്ള മാപ്പിള പാട്ടിന്റെ ഈണങ്ങൾ നെയ്തൊരു പട്ടുറുമാ തങ്കക്കിനാവുകളാൽ കാലത്തിൽ പാടുകയാണ് മണിമഞ്ചത്തിൽ മൈക്കട്ടി. ഇനി അടുത്ത പേര് അനൗൺസ് ചെയ്യുന്നതിനായിട്ട് ഫസ്റ്റ് റണ്ണർ അപ്പ് ആരാണ് എന്നറിയാം. ഞാനിത് ഷബ്നത്തിന്റെ കയ്യിലാണ് തരുന്നത്. സന്തോഷം. കാര്യം എല്ലാവരും നമ്മളെ ഒരു ഫാമിലി തന്നെയാണ്. ഇവിടെ നിങ്ങളുടെ മുന്നിൽ ഇവരെല്ലാവരും പാടി അവതരിപ്പിച്ച ഗാനങ്ങൾ എന്ന് പറയുന്നത് അവരുടെ എത്രയോ നാളത്തെ ഒരു വർക്കിംഗ്, അതായത് അവരത്രയും പരിശ്രമിച്ചിട്ടാണ്. അപ്പം എല്ലാവരും പാടിയത് ഞങ്ങൾക്കൊരുപോലെ തന്നെയാണ്. അപ്പോൾ ഇക്ക പറഞ്ഞതുമാതിരി വളരെ ടഫായിട്ടാണ്, ഞങ്ങൾ ചെറിയ ഡിഫറൻസിനാണ് ഈ സെലക്ട് ചെയ്യണം എന്നുള്ളത് കൊണ്ട് മാത്രം. സോ ഫസ്റ്റ് റണ്ണറപ്പ് ഫായിസ് ഹംസ. കൺഗ്രാറ്റുലേഷൻസ് ഫായിസ് ഹംസ. പട്ടുറുമാൽ ഗ്രാൻഡ് ഫിനാലെ 12th സീസണിൽ 2ാം സ്ഥാനം നേടി തൃശ്ശൂരിന്റെ അഭിമാനമായി മാറിയ, പട്ടുറുമാലിന്റെ അഭിമാനമായി മാറിയ ഫായിസ് ഹംസ. കൺഗ്രാറ്റുലേഷൻസ് ഫായിസ്. മൈലാഞ്ചി കൈവിരലാ മഞ്ചുള്ള മാപ്പിള പാട്ടിന്റെ ഈണങ്ങൾ നെയ്തൊരു പട്ടുറുമാ തങ്കക്കിനാവുകളാൽ കാലത്തിൽ പാടുകയാണ് മണിമഞ്ചത്തിൽ മൈക്കണ്ണി മഞ്ചത്തിൽ കഞ്ചത്തിൽ പാടുന്ന പാട്ടുറുമാ. ഇനി നമ്മുടെ ടൈറ്റിൽ വിന്നറിനെ അനൗൺസ് ചെയ്യാനുള്ള സമയമാണ്. ഇപ്പോൾ ഇതുവരെ എനിക്ക് തോന്നുന്നത് 3 പേരുടെ പേരുകൾ നമ്മൾ അനൗൺസ് ചെയ്തു. അവർ കുറച്ച് റിലാക്സ്ഡ് ആണ്. അപ്പോൾ ബാക്കി എന്തായിരിക്കും എന്നുള്ളത് ഞാൻ അൻവർക്കയുടെ കയ്യിലേക്ക് ഏൽപ്പിക്കുകയാണ്. അപ്പം അൻവർക്കയാണ് ഇന്ന് പട്ടുറുമാൽ ഗ്രാൻഡ് ഫിനാലയിലെ 12th സീസണിലെ ടൈറ്റിൽ വിന്നർ ആരാണ് എന്ന് അനൗൺസ് ചെയ്യാൻ പോകുന്നത്. ഇതിൽ 1ാം സ്ഥാനം വന്നേക്കുന്നത് പലതും 0.05 ആ ഒരു വ്യത്യാസത്തിലാണ് 1ാം സ്ഥാനം വന്നിട്ടുള്ളത്. അപ്പോൾ അതിനർത്ഥം 2ാം സ്ഥാനം മോശമെന്നോ 3ാം സ്ഥാനം മോശമെന്നോ എന്നുള്ളൊരു സംഭവം ഇതിനകത്ത് ഇല്ല. അതുകൊണ്ട് തന്നെ 1ാം സ്ഥാനം വന്നിരിക്കുന്നത് അസ്ന നിസാം. കൺഗ്രാറ്റുലേഷൻസ്. കൈലി ടിവി പട്ടുറുമാലിന്റെ 12ാം സീസണിന്റെ ടൈറ്റിൽ വിന്നർ അസ്ന നിസാം.
സുറുമ കണ്ണിണയാ ഹായ് മൈലാഞ്ചി കൈവിരലാ മഞ്ചുള്ള മാപ്പിള പാട്ടിന്റെ ഈണങ്ങൾ നെയ്തൊരു പട്ടുറുമാ തങ്കക്കിനാവുകളാ ഹായ് ഹായ് കാലത്തിൽ പാടുകയാ മണി മഞ്ചത്തിൽ മൈക്കണ്ണി മഞ്ചത്തിൽ കഞ്ചത്തിൽ പാടുന്ന പാട്ടുറുമാ. അസ്സലാമലൈക്കും. എന്താ പറയണ്ടേന്നറിയില്ല, ഒരുപാട് സന്തോഷമുണ്ട്. പാട്ടുറുമാലിത് പട്ടുറുമാ പാട്ടുറുമാലിത് പട്ടുറുമാ. ആദ്യം നന്ദി പറയാനുള്ളത് നമ്മുടെ കൈരളി TV-നോട് തന്നെയാണ്. നമ്മുടെ 15 പേരെയും ഈ ഒരു ഫൈനൽ പൊസിഷനിൽ എത്തിക്കാൻ അവർ ഒരുപാട് സ്ട്രെയിൻ ചെയ്തിട്ടുണ്ട്, സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, എല്ലാവരെയും ഒരേപോലെ നോക്കിയിട്ടുണ്ട്. അപ്പോൾ താങ്ക് യു സോ മച്ച് കൈരളി TV, പട്ടുറുമാൽ, പ്രത്യേകിച്ച് ധനീഷ് അങ്കിൾ, എല്ലാ ക്രൂ, ഓഡിയോ ടീം, ക്രൂ എല്ലാവർക്കും. അതേപോലെ നമ്മുടെ പ്രത്യേകിച്ച് ഗ്രൂമേഴ്സാണ് ഇത്രയും നമ്മളെ സപ്പോർട്ട് ചെയ്തത്. ബാക്ക് സ്റ്റേജിലൊക്കെ ആയാലും ഭയങ്കര സപ്പോർട്ടീവായിട്ട് സംസാരിക്കും, കോൺഫിഡൻസ് ഒക്കെ തരുന്ന അവരാണ്. അതേപോലെ നമ്മുടെ ജഡ്ജസ്. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. പിന്നീട് എൻ്റെ പാരൻസാണ്, അവരില്ലെങ്കിലും ഞാൻ ഇന്നിവിടെ നിൽക്കില്ല. അപ്പോൾ നന്ദി പറയേണ്ട ആവശ്യമുണ്ടോ എനിക്ക് അറിയില്ല, ശരിക്കും അവരില്ലേ ഞാനില്ല. അപ്പം താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും ഒരുപാട് പേര് എന്നെ ഇഷ്ടപ്പെടുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ ഫൈനലിൽ കാണാൻ വേണ്ടിയിട്ട് എത്തിയ ഒരുപാട് പേരുണ്ട്. അപ്പോൾ നിങ്ങൾ എല്ലാവരുടെയും സ്നേഹവും സപ്പോർട്ടും ഒക്കെ കൊണ്ടിട്ടാണ് നമ്മളെല്ലാം ഇവിടെ നിൽക്കുന്നത്, ഈ ഒരു പൊസിഷനിൽ നിൽക്കുന്നത്. അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ എൻ്റെ ടീച്ചേഴ്സ്, പഠിപ്പിച്ചിട്ടുള്ള മ്യൂസിക് പഠിപ്പിക്കുന്നവർ എല്ലാവർക്കും ഒരുപാട് നന്ദി. സ്കൂൾ എല്ലാവർക്കും ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. അപ്പോൾ വളരെ സന്തോഷത്തോടെ ഒരുപാട് സ്വപ്നങ്ങളോടെ പട്ടുറുമാലിൻ്റെ ഈ വേദിയിലെത്തി ഇന്ന് ടൈറ്റിൽ വിന്നറായിട്ട് നിൽക്കുവാണ്. ഒരുപാട് സന്തോഷം, അതിലേറെ അഭിമാനം. ഞങ്ങളുടെ ടൈറ്റിൽ വിന്നർ ഒരു 2 വരി പാട്ട് പാടി കേൾക്കാൻ ആഗ്രഹിക്കുന്ന കുറച്ച് പേരെങ്കിലും ഈ കൂട്ടത്തിൽ ഉണ്ടാവില്ലേ? അപ്പോൾ ഞങ്ങളുടെ ടൈറ്റിൽ വിന്നർ പാടുകയല്ലേ? ഇതാ അസ്നയെ കുറിച്ച് 2 വാക്ക് പറയണം. കാരണം ആദ്യമൊക്കെ നമ്മുടെ തുടങ്ങുന്ന സമയത്തൊക്കെ നന്നായിട്ട് പാടാൻ ബ്രീത്തിങ് എടുക്കാൻ പോലും വളരെ ബുദ്ധിമുട്ടിയ കുട്ടിയായിരുന്നു. പക്ഷേ ഗ്രൂമേഴ്സിൻ്റെ ഒരു സപ്പോർട്ട് കൊണ്ട് വളരെ മനോഹരമായിട്ട് പിന്നീട് പാടുകയും മെയിൽ സിംഗേഴ്സ് പാടുന്ന ആ ഒരു സ്ഥായി ഉണ്ടല്ലോ, ശ്രുതിക്ക് മേലെ പാടി അങ്ങനെ ശീലിച്ച് പിന്നെ ഏത് പാട്ടും പാടുന്ന ഒരു അവസ്ഥയിലെത്തി. അങ്ങനെ എല്ലാവർക്കും മേലെ വന്ന ഒരു കുട്ടിയാണ് അസ്ന നിസ. അതിന് നല്ലൊരു കയ്യടി കൊടുക്കണം. എല്ലാവരും നന്നായിട്ട് കൊടുക്കണം. ചുരുൾ കയ്യിൽ വീശി, ചുരുൾ കയ്യിൽ വീശി, മധുവൂറുന്ന ചിരിച്ചുണ്ടിൽ തൂകി, മധുവൂറുന്ന ചിരിച്ചുണ്ടിൽ തൂകി. എന്റെ കരളിന്റെ കരളേനി കുളിരായി വാ, കൊച്ചു കനവിന്റെ അഴകേറും ചിറകേറി വാ. എന്റെ കരളിന്റെ കരളേനി കുളിരായി വാ, കൊച്ചു കനവിന്റെ അഴകേറും ചിറകേറി വാ. മുകിലത്ത് വീണി കുയിലത്ത് പാടി, മുകിലത്ത് വീണി കുയിലത്ത് പാടി, മീനിന്റെ സ്വർണ്ണമീനിന്റെ ചേരൊത്ത കണ്ണാടി, എന്റെ രോമാഞ്ചമായി മുന്നിൽ വാ. സ്വർണ്ണമീനിന്റെ ചേരൊത്ത കണ്ണാടി, എന്റെ രോമാഞ്ചമായി മുന്നിൽ വാ. മുകിലത്ത് വീണി കുയിലത്ത് പാടി, മുകിലത്ത് വീണി കുയിലത്ത് പാടി, മീനിന്റെ സ്വർണ്ണമീനിന്റെ ചേരൊത്ത കണ്ണാടി, എന്റെ രോമാഞ്ചമായി മുന്നിൽ വാ, എന്റെ രോമാഞ്ചമായി മുന്നിൽ വാ. താങ്ക് യു സോ മച്ച്. അതുപോലെ തന്നെ കുട്ടികളെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്ത് പട്ടുറുമാലിൻ്റെ യാത്രയെ ഞങ്ങളെ ചേർത്ത് നിർത്തിയ ഒരുപാട് പേര് ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട്. കമർക്ക, താങ്ക് യു സോ മച്ച് കമർക്ക. ഇത് നമ്മൾ എടുത്തു പറയേണ്ടതാണ്. താങ്ക് യു സോ മച്ച്. ഞാൻ അജൻ സാറിൻ്റെ കയ്യിലേക്കൊന്ന് മൈക്ക് നൽകുകയാണ് ഈ ഒരു സമയത്ത്. സർ, ഏതായാലും മത്സരം അവസാനിച്ചു, വിജയികളെ പ്രഖ്യാപിച്ചു. എനിക്ക് മറ്റു ഗായകരോടും കൂടെയാണ് എനിക്ക് പറയാനുള്ളത്. ഇന്നത്തെ ഒരു പെർഫോമൻസിൻ്റെ ബലം വെച്ചുകൊണ്ട് മാത്രമാണ്
നമ്മൾ ഈ വിധി നിർണ്ണയിച്ചിട്ടുള്ളത്. ഒരു പക്ഷേ ഇന്നത്തെ പാട്ട് കൊണ്ട് മാത്രം അല്ല, നിങ്ങളെ എല്ലാവരും നല്ല ഗായകരാണ്, ഒന്നാന്തരം ഗായകരാണ് നിങ്ങളെല്ലാവരും. ഗാന്ധിക്ക് പറഞ്ഞൊരു കാര്യമുണ്ട്, അത് സക്സസ് ഷുഡ് നോട്ട് ഗോ ടു യുവർ ഹെഡ് ആൻഡ് ഫെയിലിയർ ഷുഡ് നോട്ട് ബ്രേക്ക് യുവർ ഹാർട്ട് എന്നാണ്. വിജയം ഒരിക്കലും നിങ്ങളുടെ തലയ്ക്ക് പിടിക്കാതിരിക്കണം, പരാജയം ഒരിക്കലും നിങ്ങളുടെ ഹൃദയത്തെ മുറിവേൽപ്പിക്കാതിരിക്കണം. അപ്പോൾ ഇന്ന് വിജയിച്ചവർ കൂടുതൽ വിജയങ്ങളിലേക്ക് വേണ്ടി പോകാനുള്ള ശ്രമങ്ങൾ ഉണ്ടാവണം. പരാജയപ്പെട്ടവർ അതൊരു പരാജയമായിട്ട് കാണരുത്, വിജയത്തിൻ്റെ ഒരു ചവിട്ടുപടിയായി കണ്ടുകൊണ്ട് കൂടുതൽ നല്ല പ്രകടനങ്ങളിലേക്ക് കടക്കാൻ നിങ്ങൾക്ക് കഴിയണം. അതിന് നിങ്ങൾക്ക് എല്ലാവർക്കും കഴിയട്ടെ എന്ന് കൈരളി ടി വിക്ക് വേണ്ടി ആശംസിക്കുന്നു. നന്ദി. താങ്ക് യു സോ മച്ച് സർ. എല്ലാവർക്കും നന്ദി പറയുകയാണ്. ഫോർ വിഷ് മാട്രസിൻ്റെ ഏറ്റവും ബഹുമാനിക്കപ്പെടേണ്ട ഇന്നത്തെ ചടങ്ങ് നമുക്കായി ഒരുക്കി തന്ന അബ്ദുൽ സബീൽ സാറിനും അതോടൊപ്പം തന്നെ CP ഉസ്മാൻ സാറിനും, ഡയറക്ടേഴ്സ് ഫോർ വിഷ് മാട്രസ്, അവരോട് ഞങ്ങളുടെ പ്രത്യേകമായിട്ടുള്ള നന്ദി പറയുകയാണ്. ഇത്രയും വലിയൊരു ഓപ്പർച്യൂണിറ്റി കൈരളി ടി വിയോടൊപ്പം ചേർന്ന് പട്ടുറുമാലിൻ്റെ 12th സീസൺ യാഥാർത്ഥ്യമാക്കി തന്നതിൽ. അതോടൊപ്പം തന്നെ ഇന്ന് പ്രൈസ് ഡിസ്ട്രിബ്യൂഷൻ നിർവഹിക്കുന്നതിനായി ഇവിടെ എത്തിച്ചേർന്ന B. സുനിൽ സാറിനോടും അജയൻ സാറിനോടും പ്രത്യേകിച്ച് നന്ദി പറയുകയാണ്. താങ്ക് യു സോ മച്ച് സർ. ഐ ഗെറ്റ് ബാക്ക് ടു യുവർ സീറ്റ്.